വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട്നേഴ്സ് സാലറി ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ സാലറി ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ആൻസർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. Second question, excess of old share over new share of the old partner while admitting a new partner. ന്യൂ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സിന് അവരുടെ ഷെയറിനേക്കാൾ, പുതിയ ഷെയറിനേക്കാൾ പഴയ ഷെയറിന് കൂടുതലായിരിക്കും. അതിന് പറയുന്ന പേരാണ് എന്ത്? സാക്രിഫൈസിംഗ് റേഷ്യോ. ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അഡ്മിഷന്റെ സമയത്ത് സാക്രിഫൈസിംഗ് റേഷ്യോ ആണ്, റിട്ടയർമെന്റിന്റെ സമയത്ത് ഗെയിനിങ് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the absence of any agreement, partners will share profit and losses in the dash ratio. പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ഏതാണ്? ഈക്വൽ റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2014 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. സൂപ്പർ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, വെയ്റ്റഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സൂപ്പർ പ്രോഫിറ്റും ആവറേജ് പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ മെത്തേഡും ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. Then next question, Sachin, Rahul and Lakshman are partners in the ratio of 2:1:1. Lakshmanan retires and Sachin and Rahul acquire his share equally. Calculate new ratio and gaining ratio. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? 3 പേരാണ് പാർട്ട്നേഴ്സ്, സച്ചിൻ, രാഹുൽ ആൻഡ് ലക്ഷ്മൺ. 2:1:1 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. റിട്ടയർ ചെയ്യുന്നത് ലക്ഷ്മണാണ്. അപ്പോൾ സച്ചിനും രാഹുലിനും എന്ത് ചെയ്യുന്നു? ഈ ലക്ഷ്മണന്റെ ഷെയർ ഈക്വൽ ആയിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അവരുടെ ന്യൂ റേഷ്യോ അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? സച്ചിന്റെ ഷെയർ 2/4, രാഹുൽ 1/4, ലക്ഷ്മൺ 1/4. ഈ 1/4 ആണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈക്വൽ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവരുടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ഇൻറ്റു 1/2. അതാണ് ഗെയിനിങ് റേഷ്യോ. നമ്മളോട് ചെയ്തിട്ടുണ്ട് ഗെയിനിങ് റേഷ്യോ 1/4 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 1/8. ഇനി നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. സച്ചിന്റെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സച്ചിന്റെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 2/4 ആണ്. പ്ലസ് ഗെയിൻ 1/8. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5/8 എന്ന് കിട്ടും. അതായത് 4നെ നമുക്ക് 8ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4/8 എന്ന് കിട്ടും. പ്ലസ് 1/8, 5/8. ഇനി രാഹുലിനാണെങ്കിലോ, രാഹുലിന്റെ ഷെയർ 1/4 ആണ്. 1/4 പ്ലസ് 1/8. ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3/8 എന്നുള്ള ആൻസർ കിട്ടും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആസ് പെർ എഗ്രിമെന്റ്, സച്ച് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. അതായത് പാർട്ട്നേഴ്സിന്
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, profit or loss on revaluation at the time of retirement must be transferred to the partners in, അതായത് റിവാല്യൂഷന് സമയത്ത് കിട്ടുന്ന ആ പ്രോഫിറ്റ്, റിവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് എല്ലാ പാർട്ട്നേഴ്സിനും അവരുടെ പഴയ റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് 2017 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ദി റേഷ്യോ ഇൻ വിച്ച് ഓൾ ദ പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഇൻകമിംഗ് പാർട്ട്ണർ ഈസ്. പുതിയ പാർട്ട്ണർക്ക് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണെന്ത്? സാക്രിഫൈസിംഗ് റേഷ്യോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Sanu and Binu are partners in a firm, sharing profit and losses in the ratio 3:1. They admit Ginu for 3/7th share. ഒരു പഴയ റേഷ്യോ 3:1 ആണ്, പുതിയ ആളുടെ ഷെയർ 3/7 ആണ്. നമ്മളോട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കാം, 3 + 1 4 +3 7. അപ്പൊ 3/7 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആ പഴയ റേഷ്യോ 3:1:3 ആണ് അവരുടെ ന്യൂ റേഷ്യോ. Then next question, write journal entry for recording unrecorded liability at the time of retirement of a partner. റിട്ടയർമെന്റ് സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റിവാല്യൂഷൻ അക്കൗണ്ട് ആണ്. അപ്പൊ അൺറെക്കോർഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ റിവാല്യൂഷൻ അക്കൗണ്ട് ഡേറ്റ് അൺറെക്കോർഡഡ് ലയബിലിറ്റി അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിറോസ് ആൻഡ് ഷാഹിൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദി ഫേം ഡിഡ് നോട്ട് ഹാവ് എനി പാർട്ട്ണർഷിപ്പ് ഡീഡ്. സ്പെസിഫൈ ഹൗ ദി ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ ട്രീറ്റഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല, അതിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് വൺ, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. സെക്കൻഡ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഗിവൺ ബൈ ഫിറോസ് ടു ഫേം. ഫിറോസ് ഫേമിന് കൊടുക്കുന്ന അഡ്വാൻസ്, അതായത് ലോൺ, അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 6% ആണ്. 2018 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ സാക്രിഫൈസിംഗ് റേഷ്യോ വിൽ ബി. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാവാം? ഓൾഡ് റേഷ്യോ ആവാം, അല്ലെങ്കിൽ ഈക്വൽ സാക്രിഫൈസ് ആവാം, അല്ലെങ്കിൽ സ്പെസിഫൈഡ് റേഷ്യോ. ആൻസർ എന്ത് വരും? ഓൾ ഓഫ് ദിസ്. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം സാക്രിഫൈസിംഗ് റേഷ്യോ. തേർഡ് ക്വസ്റ്റ്യൻ, Agnes, Anila and Sina are partners sharing profits in the ratio 5:3:2. What will be the new profit sharing ratio if Agnes retires from the firm? Agnes retire ചെയ്യുകയാണെങ്കിൽ പുതിയ റേഷ്യോ എത്രയാണ്? അപ്പോൾ ഓൾഡ് ഷെയർ 5:3:2, ആഗ്നസ് പോകുന്നു, ബാക്കി അപ്പോൾ എത്രയുണ്ട്? 3:2. ദെൻ 2 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഹൗ വിൽ യു ഡീൽ വിത്ത് ദി ഫോളോയിങ് ഇൻ റെസ്പെക്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ബൈ പാർട്ട്ണർ. പാർട്ട്ണർ കൊടുക്കുന്ന അഡ്വാൻസിന് ലോണിന്റെ ഇൻട്രസ്റ്റ് 6%. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ.